ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഷുവിൻ്റെ തലേദിവസം നമ്മൾ എന്നൊക്കെ ചെയ്തു എന്നാണ്. നമ്മുടെ വീഡിയോസ് കണ്ട ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ ഇത് നമ്മുടെ സെക്കൻഡ് വ്ലോഗാണ്, എല്ലാവരും സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ടല്ലോ, നമ്മൾ കണികൾ ഒരുക്കിക്കൊണ്ടിരിക്കണേ കാണിച്ചത് കേട്ടോ. കാണുന്നുണ്ടോ? കൃഷ്ണനും കണികളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കണ്ടോ, നമുക്ക് കൃഷ്ണൻ്റെ മാല ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പം കുറച്ച് മുമ്പ് ഉണ്ടാക്കിയതാണ്. നമുക്ക് പിന്നെ നമുക്ക് ഇന്ന് കണിക്കൊന്ന കിട്ടാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷം നമുക്ക് കുറേ കണിക്കൊന്നുണ്ട്, ഈ വർഷം നമുക്ക് 2-3 കമ്പ് കിട്ടുള്ളൂ. അപ്പം അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓട്ടുരുളി, ഉണക്കലരി, നെല്ല് എന്നിവ വെക്കുക. പൈനാപ്പിൾ, ചക്ക, മാങ്ങ, സ്വർണ്ണവെള്ളരി, മുന്തിരി, തേങ്ങ, ആപ്പിൾ, മാതുളനാരങ്ങ, പച്ചക്കറി, പൂക്കൾ, കണിക്കൊന്ന, അഷ്ടമംഗല്യത്തട്ട്, കൃഷ്ണവിഗ്രഹം, വാൽക്കണ്ണാടി, ഉടയാട, സിന്ദൂരം, ചിരാത്, കൺമഷി, നോട്ട് നാണയം, വെറ്റില, അടയ്ക്ക, കിണ്ടിയിൽ വെള്ളം നിറച്ച് വെളുത്ത പൂക്കളും തുളസി ഇലകളും ഇടുക. വെള്ളി ആഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും പൂക്കളും ഭഗവത്ഗീത, 5 തിരിയിട്ട വിളക്ക്, ഐശ്വര്യം കൊണ്ടുവരാൻ എന്നാണ് പഴമക്കാർ പറയുന്നത്. വെളുപ്പിന് അമ്മയാണ് ഉറക്കത്തിൽ നിന്നും ഉണർത്തി ഞങ്ങളെ 3 പേരെയും വിളിച്ചുണർത്തി കണി കാണിക്കുന്നത്. അതിനുശേഷം വിഷു കൈനീട്ടം നൽകും. ബന്ധുക്കളെല്ലാം ഒന്നിച്ചു കൂടും. ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം ആശംസിക്കുന്നു. ഹാപ്പി വിഷു. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മൾ കണി വെച്ചേക്കുന്നൊക്കെ കണ്ടല്ലോ. ഇപ്പം സമയം 11:40. നമുക്ക് ഇനി നാളെ കണക്കണിയാണ്. ടാറ്റാ.